അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹദീസ് പഠനം എന്ന വിഷയത്തിലാണ് നമ്മുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 3 ഹദീസുകൾ, അതിന്റെ ആശയം, അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ഹദീസ് മനഃപ്പാടമാക്കാൻ പ്രയാസമാണെങ്കിലും വഖൈറുൽ ഹദീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ അതിൽ ഉൾക്കൊള്ളുന്ന പ്രവാചകരുടെ ഹദീസിന്റെ അർത്ഥം മുഖേന ഒരു ദിവസം ഒരു അറിവെങ്കിലും നമുക്ക് കൂടുതൽ കരസ്ഥമാക്കാനുള്ള അവസരമാണ് നിങ്ങളിലേക്ക് ഈ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാരും നഷ്ടപ്പെടുത്തരുത് എന്ന് ഉണർത്തുകയാണ്. ഓരോ ദിവസവും നമുക്ക് ഹദീസിലൂടെ പുതിയ ഓരോ അറിവുകൾ നേടാം. അതോടെ പ്രവാചകരുടെ ഹദീസുകൾ, അതിന്റെ അർത്ഥമെങ്കിലും നമുക്ക് ഗ്രഹിക്കുകയും ചെയ്യാം. ഇജായിയായ അഥവാ അറബി അക്ഷരങ്ങളുടെ ക്രമമനുസരിച്ചാണ് നിങ്ങളിലേക്ക് ഹദീസുകൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ അക്ഷരമായ അലിഫ്, അതിനെ ഫതഹ് ആയിക്കൊണ്ട് ആ, അതുപോലെ ഈ, ഉ, ഇങ്ങനെ അലിഫ് കൊണ്ട് തുടങ്ങുന്ന ഹദീസാണ് ആദ്യമായി നിങ്ങളിലേക്ക് എത്തുന്നത്. അതിൽ നിന്ന് 5-ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. ഇതിന്റെ മുമ്പ് 4 ഭാഗങ്ങൾ ഉണ്ട്. അത് 4 കേൾക്കണമെന്ന് ഉണർത്തുകയാണ്. കുറഞ്ഞ സമയം മാത്രമേ ഇതിന് ചിലവാകുകയുള്ളൂ. 10 മിനിറ്റിൽ കുറഞ്ഞ ഒരു 5 മിനിറ്റോളം ഉള്ള സമയം മാത്രമാണ് നിങ്ങൾ ഈ 3 ഹദീസുകൾ പഠിക്കുന്നതിന് വേണ്ടി ചിലവഴിക്കേണ്ടത്. മാനപ്പെട്ട അബൂ യഅ്ല റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നതായി കാണാം: ഇദാ കുതിബ ഇലാ അഹദികും തഅമുഹു, നിങ്ങളിൽ നിന്ന് ഒരാളുടെ അരികിലേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് വെക്കപ്പെട്ടാൽ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നാം ഭക്ഷണത്തിന്റെ അരികിലേക്ക് എത്തിയ, വഫീ റിജ്ലൈഹി നഅലാനി, അവന്റെ 2 കാലിൽ ചെരുപ്പുകളുണ്ട്, ഫൽയൻസിർ നഅലൈഹി, അവന്റെ ചെരുപ്പുകൾ 2ഉം അവൻ അയച്ചു വെക്കണം. ഫഇന്നഹു അർവഹു ലിൽ ഖദമൈൻ, കാരണം അത് അവന്റെ 2 കാൽപാദങ്ങൾക്ക് ഏറ്റവും റാഹത്ത് നൽകുന്നതാണ്. വഹുവ മിനസ് സുന്നഹ്, അപ്പൊ ഇത് ഒരു സുന്നത്തിൽപ്പെട്ടതാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാലിന് ഒരു റെസ്റ്റ് നൽകുന്നതിന് വേണ്ടി, റാഹത്ത് നൽകുന്നതിന് വേണ്ടി കാലിൽ ധരിച്ചിരിക്കുന്ന 2 ചെരുപ്പ് ഊരിവെക്കുക എന്നത്. 2-ാമത്തെ ഹദീസ്: ഇദാ കസറത് ദുനൂബുൽ അബ്ദി ഫലം യകുൻ ലഹു മിനൽ അമലി മാ യുകഫിറുഹാ ഇബ്തലാഹു അല്ലാഹു ബിൽ ഹുസ്നി ലിയുകഫിറഹാ അൻഹു. അഹ്മദ് എന്നവർ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഇദാ കസറത്ത് ദുനൂബുൽ അബ്ദി, ഒരടിമയുടെ ദോഷങ്ങൾ വർദ്ധിച്ചാൽ, ഫലം യകുൻ ലഹു മിനൽ അമലി മാ യുകഫിറുഹാ, അവൻ ചെയ്ത അമല്, ആ ചെയ്യുന്ന ദോഷങ്ങളെ പൊറുക്കാൻ മാത്രമുള്ള അമല് അവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ലെങ്കിൽ, ദോഷങ്ങൾ ഒരുപാട് വളരെയധികം ഒരാൾ വർദ്ധിച്ചു ദോഷങ്ങൾ, ഫലം യകുൻ ലഹു മിനൽ അമലി മാ യുകഫിറുഹാ, ആ ദോഷങ്ങളെ പൊറുപ്പിക്കുന്ന അമല് അവനിൽ നിന്നുണ്ടായില്ലെങ്കിൽ, ഇബ്തലാഹുല്ലാഹു, അവനെ അല്ലാഹു പരീക്ഷിക്കും, ബിൽ ഹുസ്നി, ദുഃഖം കൊണ്ട്,
അവന്റെ ദോഷങ്ങളെ പൊറുപ്പിക്കുന്നതിന് വേണ്ടി. അപ്പൊ അള്ളാഹുവിന്റെ പരീക്ഷണം നമ്മുടെ ദോഷങ്ങളെ കാരണം വരുന്നതാണ്. അതാ ദോഷങ്ങൾ പൊറുക്കുന്നതിന് വേണ്ടിയാണ്. മൂന്നാമത്തെ ഹദീസ്, ഇദാ കാന, ബഹുമാനപ്പെട്ട തബ്റാനി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇദാ കാന ആഖിറു സമാനി കാന ഖിവാമു ദീനിൻ നാസി വദുന്യാഹും അദ്ദറാഹിമു വദ്ദനാനീറു. ഇദാ കാന ആഖിറു സമാനി, അവസാന കാലഘട്ടമായാൽ, കാന ഖിവാമു ദീനി, ദീനിൻ നാസി, ജനങ്ങളുടെ ദീനിന്റെ നിലനിൽപ്പാകും, വദുന്യാഹും, അവരുടെ ദുന്യാവിന്റെ നിലനിൽപ്പുമാകും, അദ്ദറാഹിമു വദ്ദനാനീറു, ദിർഹമുകളും ദീനാറുമാകും. അപ്പൊ സമ്പത്ത് കൊണ്ടായിരിക്കും ദീനുണ്ടാവലും ദുന്യാവുണ്ടാവലും. അങ്ങനത്തെ അവസ്ഥയാണ് അവസാന കാലഘട്ടത്തിൽ ഉണ്ടാവുക എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് ഇപ്പോൾ നാം എത്തി നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ ചാനലിലുള്ള 2000-ലധികം ആളുകൾ ഇതിൽ അംഗങ്ങളായി ചേർന്ന് അറിവ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നവരുണ്ട്. അവരെല്ലാം വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു ഹാസിലാക്കട്ടെ. എല്ലാവിധ ഖൈറും അവർക്ക് നൽകുകയും എല്ലാവിധ ഷർറുകളെ തൊട്ടും അവരെല്ലാം കാക്കുകയും ചെയ്യട്ടെ. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ ഹദീസ് സംബന്ധമായ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്നും മറ്റുള്ളവരിലേക്കുമായി ഇത് പങ്കാളികളാവണമെന്നും പ്രത്യേകമായി നിങ്ങളോട് ഉണർത്തുകയാണ്. ഒരറിവ് മറ്റുള്ളവർക്ക് കൈമാറുമ്പോൾ നമുക്ക് വലിയ പുണ്യം കരസ്ഥമാകും. മുഖ്താറുൽ അഹാദീസ് നബവിയ്യ വൽ ഹികമിൽ മുഹമ്മദിയ്യ എന്ന കിതാബിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഈ 3 ഹദീസുകളെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.